അപ്പോഴിന്ന് ഞാനൊരു ബീഫ് കറി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ് എടുക്കുന്നത്. അതിനായിട്ട് ഞാനൊരു 1/2 കിലോ ബീഫാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് കഴുകി എടുത്തപ്പോഴേ ഇച്ചിരി നെയ്യ് കൂടുതലുണ്ടായിരുന്നു. അത് ഞാൻ ഉരുക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അതിനകത്ത് ഇത്രത്തോളം നെയ്യുണ്ടായിരുന്നു. അപ്പോഴത് ഉരുക്കി അതിൻ്റെ കുറച്ച് ഭാഗം എടുത്ത് മാറ്റാമെന്ന് വിചാരിച്ചു. അതെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നെയ്യാവത്തില്ലേ കറിക്കകത്ത്. അതിനായിട്ട് ഞാനതൊരു ചീനച്ചട്ടിയിൽ വെച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ഉരുക്കിയെടുക്കാം ഇനി. അപ്പോഴതിൻ്റെ വെള്ളമൊക്കെ പറ്റി ഇപ്പം നെയ്യ് ഉരുവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നേരം തീ കുറച്ചിട്ട് ഇങ്ങനെ ഇടുമ്പോഴത്തേന് നല്ലപോലെ അതിൻ്റെ നെയ്യെല്ലാം ഉരുവി വരും. അപ്പോഴും നമ്മുടെ നെയ്യൊക്കെ ഉരുവി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത്ര ഉരുക്കിയെടുത്താൽ മതി. ഇച്ചിരി നെയ്യ് വേണമല്ലോ. അതിന് ഇത്രയും നെയ്യ് ഉരുക്കി കളഞ്ഞു. അപ്പോഴും ബീഫ് കറി വെക്കാനായിട്ട് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറിയൊരു തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണിത്, 2 സവാള അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് കറി വെക്കാം. ബീഫ് കറി വെക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി തുടങ്ങി അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയൊക്കെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് 2 വറ്റൽ മുളക് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോഴും ഉലുവയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഈ തേങ്ങാക്കൊത്ത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഉള്ളി സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അത് പെട്ടെന്ന് മൂക്കാൻ വേണ്ടിയിട്ട് സവാള പെട്ടെന്നൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പിട്ട് കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് വാടി വരുന്നുണ്ട്. അതിലേക്ക് 3 പച്ചമുളക് അരിഞ്ഞതോടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴട്ടിയെടുക്കാം. നല്ലൊരു ഇച്ചിരി ബ്രൗൺ കളർ ആവുന്നിടം വരെ വഴട്ടിയാൽ നല്ല ടേസ്റ്റാണ് അതിന്. അപ്പോൾ സവാളയൊക്കെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി തക്കാളിപ്പഴം അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഇട്ട് നല്ല പോലെ ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് 2 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതേ സ്പൂണിന് തന്നെ 2.5 സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ചെറിയൊരു സ്പൂണ് കുരുമുളക് പൊടി, അതേ സ്പൂണിന് തന്നെ 1 സ്പൂണ് മസാലപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി 2 കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് ഇടുന്നതിന് മുമ്പ് തന്നെ ഉപ്പ് കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കണം. നോക്കിയതിന് ശേഷം ബീഫ് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ആ നെയ്യ് ഉരുക്കി വെച്ചില്ല, അതിൻ്റെ ബാക്കി കൂടെ ആ നെയ്യ് കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബീഫും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫും മസാലയും എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല തിളച്ച ചൂടുവെള്ളമാണ്. നമുക്ക് കറിക്ക് ആവശ്യമായിട്ട് കറിയായിട്ടിരിക്കണമെങ്കിൽ ഇച്ചിരി തോനെ വെള്ളം ഒഴിക്കുക. നല്ല വെന്ത് വരാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം.
ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് 3/4 മണിക്കൂർ വേവിച്ചെടുക്കാം. അപ്പോൾ കറിയൊക്കെ ഇനി അടച്ചു വെച്ചിട്ടുണ്ട്, അതവിടെ ഇരുന്ന് വേവട്ടെ. അങ്ങനെ നമ്മുടെ ബീഫ് കറിയൊക്കെ റെഡിയായി. അപ്പോഴെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്.